പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ലൈനിങ് ബ്ലൗസിന് ടക്കടിക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ലൈനിങ് ബ്ലൗസ് നമ്മളിങ്ങനെ രണ്ട് ലൈനിങ് പീസും ഒറിജിനൽ പീസും വെച്ചിങ്ങനെ നമ്മൾ വെക്കും. അതിനുശേഷം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ മാർക്കിൽ നമ്മളിങ്ങനെ ആ മാർക്ക് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് പീസും കൂടെ ഒപ്പം വെച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യണം. രണ്ട് പീസും ഒപ്പം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ക്രോസ് കക്ഷത്തിൽ നിന്ന് വരുന്ന ആ ലൈനിലേക്ക് നമ്മളിങ്ങനെ ആ ലൈനിൽ നമ്മളൊന്നിങ്ങനെ അടിക്കണം. അതുപോലെ ഈ സൈഡിൽ നമ്മൾ കൃത്യമായിട്ട് മാർക്കെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. ആ മാർക്കെല്ലാം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ ലൈനിലൂടെ നമ്മൾ ഈ സൈഡിലെ മാർക്കൊക്കെ കറക്റ്റായിരിക്കണം. എന്നിട്ട് നമ്മൾ ആ ലൈനിലൂടെ നമ്മൾ പോയിൻറ്റിന് ഒരല്പം മുമ്പ് നിർത്താം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈക്കുഴിയുടെ ആ ഭാഗത്തു നിന്നുള്ള ടക്കുകളെ നമ്മൾ നൂലിട്ട് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ആദ്യം നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ 3 ടക്കാണ്. ആ മൂന്നാമത്തെ 3 ടക്കിനും നമ്മളിങ്ങനെ നൂലിടണം. അങ്ങനെ നമ്മൾ ലൈനിലൂടെ എല്ലാ ടക്കുകൾക്കും നമ്മൾ നൂലിട്ടു, അഥവാ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തു. ഇനിയാണ് നമ്മൾ ടക്കടിക്കുന്നത്. അപ്പോൾ ടക്കടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ നമ്മൾ ആ ടക്കിന് വേണ്ടി മാർക്ക് ചെയ്ത് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മടക്കിപ്പിക്കണം. ആ ലൈനിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ലൈനുണ്ടല്ലോ, ആ ലൈനിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മടക്കിക്കണം. അപ്പോൾ ആ സ്റ്റിച്ച് ഉള്ളത് കൊണ്ട് തുണി ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. രണ്ട് തുണി ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും. പിന്നെ ആ പോയിൻറ്റിൽ നമ്മളിങ്ങനെ ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ആ ടക്ക് ഇങ്ങനെ അടിക്കണം. ആ ടക്കടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ടക്കിൻ്റെ പോയിൻറ്റിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് ഒരു പ്രാവശ്യം കൂടി അടിക്കുകയാണ്. അതായത് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഈ പോയിൻറ്റിൽ നമ്മളിങ്ങനെ കുത്തി നിർത്തുന്നു. അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി അത് അടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡും ഈ മാർക്ക് ചെയ്തിട്ടത് കൊണ്ട് നമുക്ക് അത് പിടിച്ചു വെച്ച് അടിക്കാനായിട്ട് എളുപ്പമുണ്ട്. തുണികൾ മാറിപ്പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ആദ്യം ആ ലൈനിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടത്. അത് അങ്ങനെ സ്റ്റിച്ച് ഇടുവാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിലായിട്ട് അത് അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ അവിടെ നിന്ന് അടിച്ച് നമ്മൾ ഈ എൻഡിൽ വന്ന് അവിടെ നിർത്തി തിരിച്ചടിക്കണം. ഇങ്ങനെ നമ്മൾ ആ ടക്കിന് നമ്മൾ 2 സ്റ്റിച്ച് വെച്ച് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ടക്ക് അടിക്കുന്നത്, കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ടക്ക് നമ്മൾ നൂലിട്ട് അങ്ങനെയാണ്. അപ്പോൾ ആ നൂലിട്ട് ആ ലൈനിൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചും പോയിൻറ്റ് വീതിക്ക് നമ്മൾ അടിച്ച് നമ്മളതിൻ്റെ ടക്ക് പോയിൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം ടക്കിന് ചെയ്തതുപോലെ തന്നെ നമ്മളവിടെ നിർത്തി നമ്മൾ റിവേഴ്സ് അടിക്കുകയാണ്. ഈ ടക്കിന് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. അതവിടെ കുത്തി നിർത്തി നമ്മൾ വീണ്ടും പുറകോട്ടടിച്ച് അങ്ങനെ നമ്മൾ 2 സ്റ്റിച്ച് വെച്ച് ആ 2 ടക്കിനും നമ്മൾ 2 സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ അടിക്കാനുള്ളത് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ടക്കാണ്. അപ്പോൾ ആ ടക്ക് അടിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിനാ വെച്ചാൽ ഈ ടക്കിന് നമുക്ക് ഒരു സ്റ്റിച്ച് മതി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ടക്കിന് മാത്രം നമുക്ക് ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താഴെ നിന്നുള്ള ടക്കും ആ ടക്ക് നമ്മൾ ക്രോസിലാണ്, ഈ ടക്കും ക്രോസിലാണ്. അതായത് കൈക്കുഴിയിൽ നിന്നുള്ളതും ക്രോസാണ്, താഴെ നിന്നുള്ള ടക്കും ക്രോസാണ്. അപ്പോൾ ക്രോസ് ആയതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 സ്റ്റിച്ച് വെച്ച് നമ്മളതിന് കൊടുക്കണം. ഈ സൈഡിൽ നിന്നുള്ള ആ ടക്ക് എന്ന് പറയുന്നത് അത് ക്രോസ് പീസ് അല്ലാത്തത് കൊണ്ട് നമുക്ക് 1 സ്റ്റിച്ച് കൊടുത്താലും മതി. 2 സ്റ്റിച്ച് അടിച്ചു നോർത്ത് കുഴപ്പമില്ല കേട്ടോ, പക്ഷേ അതിന് 1 സ്റ്റിച്ച് കൊടുത്താലും മതി. മറ്റേ 2 ടക്കുകളും ക്രോസ് ആയതുകൊണ്ട് ക്രോസ് പീസിൽ അടി വരുന്നത് കൊണ്ട് അതിന് 2 പ്രാവശ്യം നമ്മൾ അടിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ ടക്കിൻ്റെ തുമ്പ്, സൈഡിൽ നിന്നുള്ള ടക്കിൻ്റെ തുമ്പ് നമ്മൾ മുകളിലേക്ക് ഇടണം. നമ്മളിങ്ങനെ ഇത് ഒപ്പം വെച്ചിങ്ങനെ ഒന്ന് നോക്കണം. നമ്മൾ അടിച്ചേക്കുന്ന ടക്കിൻ്റെ ആ മെഷർമെൻറ്റൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി ഇങ്ങനെ ഒപ്പം വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ആ തുമ്പ് നമ്മൾ മുകളിലേക്ക് ഇടണം. അപ്പോൾ അതിൻ്റെ തുമ്പ് മുകളിലേക്ക് ഇടുക. അതിനുശേഷം ഈ അകത്തെ മെയിൻ ടക്കിൻ്റെ തുമ്പുണ്ടല്ലോ, അത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഇടുക, ബാക്കിലേക്ക് ഇടുക. അതുപോലെ തന്നെ കൈക്കുഴിയിൽ നിന്ന് വരുന്നത് നമ്മൾ താഴേക്ക് ഇടുക. അങ്ങനെ തുമ്പുകൾ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇടണം. അത് കൈ പിടിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മെയിൻ ടക്കിൻ്റെ തുമ്പ് പുറകോട്ട് ഇടണം. സൈഡിൽ നിന്നുള്ള ടക്ക് നമ്മൾ മുകളിലേക്ക് ഇടണം. കക്ഷത്തിൽ നിന്നുള്ള ടക്ക് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് ഇടണം. ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ ബ്ലൗസിന് നമ്മൾ ടക്ക് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം വേണം നമ്മൾ നൂലിടാനായിട്ട്. ഈ 2 പീസ് തമ്മിൽ നമ്മൾ നൂലിടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ടക്ക് അടിച്ചതിന് ശേഷം വേണം നമ്മൾ നൂലിടാൻ. മിക്ക ആൾക്കാരും ചെയ്യുന്നത് ആദ്യം നൂലിടും, അതിന് ശേഷം ടക്കടിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ ടക്കടിക്കുന്നു, അതിന് ശേഷം കറക്റ്റ് പൊസിഷനായി എന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചു വെച്ച് നമ്മൾ പിന്നീട് അതിന് നൂലിടുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ 2 ഫ്രണ്ട് പീസിനും നമ്മളിങ്ങനെ ടക്കടിച്ച് നമ്മൾ നൂലിട്ടു. അപ്പോൾ എങ്ങനെയാണ് ലൈനിങ് ബ്ലൗസിന് ടക്കടിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇതാദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്സ്.